വെൽക്കം ബാക്ക്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളത്ത് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോതമംഗലം ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയിൽ തൃശൂർ ഹൈറോഡിൽ കെട്ടിടം ഭാഗികമായി തകർന്നു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അഷിൻ ടിയാഗോ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അഷിൻ ടിയാഗോ. മഴ മുന്നറിയിപ്പ് മാറി വരികയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ എങ്ങനെയാണ്? സുജിയ, വരുന്ന 7 ദിവസം, അതായത് ഒരാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ കാരണമായി പറയുന്നത് അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ കച്ചിനും പാകിസ്ഥാനിനും സമീപ പ്രദേശങ്ങളിലായി അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 6 മണിക്കൂറിൽ അതിതീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തിയാർജിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മാത്രമല്ല, വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷയ്ക്കും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ശക്തിയേറി ന്യൂനമർദ്ദമായി മാറി അടുത്ത 36 മണിക്കൂറിൽ ശക്തിയേറിയ ന്യൂനമർദ്ദം വടക്കൻ പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇതിന്റെ ഫലമായി അടുത്ത ഈ വരുന്ന 7 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 തവണയാണ് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിട്ടുള്ളത്. ഈ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ ആദ്യമൊന്നും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മുഴുവൻ ജില്ലകൾക്കും 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ പാലക്കാട്, മലപ്പുറം, ഈ ജില്ലകളിലും 4 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പുമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നേരത്തെ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് മാറിയിരിക്കുന്നു. എല്ലാ ജില്ലകളിലേക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ, അതുപോലെ തന്നെ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ മാറി താമസിക്കണം എന്നൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. നിലവിൽ വയനാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്ക സാധ്യതയുള്ളതിനാൽ വെള്ളം കയറുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ മാറി താമസിക്കണം. ശരി, അഷിൻ ടിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. 10 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിക്കുക. നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് മാറി താമസിക്കാൻ പറയുകയാണെങ്കിൽ അത് അനുസരിക്കുക. വലിയ മഴ വരുന്നുണ്ട് എന്നതാണ് കാലാവസ്ഥാ അപ്ഡേറ്റ്.